അപകടം സംഭവിച്ച തേവലക്കര ഹൈസ്കൂളിലെ PTA പ്രസിഡന്റ് ജോസ് ആന്റണി ഇപ്പോൾ മീഡിയ വണ്ണോടൊപ്പം ചേരുകയാണ്. ഒരു ദാരുണമായ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുകയാണ്. അതെ, ദാരുണമായ അനുഭവം തന്നെയാണ്. രാവിലെ 9:15 9:20 ഇടയ്ക്ക് സ്കൂളിലെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ ചെരുപ്പെടുത്ത് ഷീറ്റിന് മുകളിലേക്ക് എറിയുകയും ആ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കുട്ടി ക്ലാസ്സിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ഭിത്തിയിലൂടെ ചവിട്ടി ഈ ഷീറ്റിലേക്ക് ഇറങ്ങുകയും ആ ഷീറ്റിൽ നിന്ന് ചെരുപ്പ് എടുത്ത് കയ്യിൽ വെച്ച് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ കാല് തെറ്റുകയും മുകളിൽ കൂടി പോയ ലൈൻ കമ്പിയിൽ കയറി പിടിച്ച് അതിദാരുണമായ ഒരു മരണമാണ് സംഭവിച്ചത്. ഈ ലൈൻ കമ്പി താഴ്ന്നാണ് പോകുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം KCB ഒക്കെ പരാതി അറിയിച്ചിരുന്നു? ഇത് KCB വാക്കാൽ ഇത് ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ അടുത്ത സമയങ്ങളിലായിട്ട് അതിനൊരു മാറ്റം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത സ്കൂൾ ഗേൾസിൽ ഇത് രേഖാമൂലം കൊടുക്കുകയും ഇവിടെ വാക്കാൽ പറയുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ നമ്മൾ വാക്കാൽ അറിയിച്ചിട്ട് അത് കൃത്യമായിട്ട് വളരെ സമീപഭാവിയിൽ ഉടനെ അത് ചെയ്യും. ഇതിൽ കേബിളുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാറ്റും എന്നാണ് പറഞ്ഞത്. എന്താണ് അപ്പോൾ ഈ അധ്യാപകരാരും ശ്രദ്ധിക്കാനുണ്ടായിരുന്നു? കുട്ടികൾ വന്ന് കളിച്ച ഒരു സമയമായി. രാവിലെ സ്കൂൾ ബസ് ആദ്യത്തെ ബസ് വന്നതിനകത്ത് വന്ന കുട്ടികളാണ് ഈ കളിക്കുന്നത്. അതിനുശേഷം ഒരു 9:45 സ്കൂള് ബെല്ലടിച്ച് ക്ലാസ്സുകളിലേക്ക് കയറുന്നുള്ളൂ. അതിനു മുമ്പ് പല ട്രിപ്പാണ് ബസ് പോയി കുട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വന്നിട്ട് താഴെ കളിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടേക്ക് അധ്യാപകർ സാധാരണഗതിയിൽ പോകാറില്ല. കാരണം ഓരോ ബസ്സിലേക്കും വരുന്ന കുട്ടികളെ ഇറക്കുന്നതിന് അധ്യാപകർക്ക് ചാർജുണ്ട്. അവരത് നോക്കി ശ്രദ്ധിച്ച് നിൽക്കും. ഈ വന്ന കുട്ടികൾ താഴെ പോയിട്ട് കളിച്ചതാണ്. ആ ഒരു ബെഞ്ച് അവിടെ ഇരിക്കുന്ന ഈ അധ്യാപകർ കുട്ടിയെ എടുക്കാൻ വേണ്ടി കയറി. അതെ, ആ കയറി കുട്ടിയെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഓഫാക്കുന്നതിന് മുമ്പായിട്ട് കുട്ടിയെ അടിച്ച് ഇട്ട് രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുമായിരുന്നു. ലൈൻ ഓഫാക്കിയിട്ടാണോ പിന്നെ ബോഡി എടുക്കാൻ കഴിഞ്ഞത്? അല്ല, ആ കുട്ടിയെ അടിച്ച് നിലത്തിട്ടതിന് ശേഷം പിന്നീട് ലൈൻ ഓഫാക്കിയതാണ്. അപ്പോൾ അത് അടിച്ച് നിലത്തിട്ട് അതിന് ശേഷം വളരെ പെട്ടെന്ന് ശാസ്താംകോട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ്.